കണ്ണൂർ യാത്ര ചെയ്യുമ്പോൾ കല്ലെറിഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു അനുഭവം ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ വരികയാണ്. പിന്നെ എന്താ ജനാധിപത്യത്തിന് റൈറ്റ്? ഇപ്പോൾ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ചാണ്ടി ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ നാട്ടിലിരിക്കും, എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് ഞാനിരുന്ന ആർക്കെന്താ പ്രശ്നം? ഈ ബസ് കടന്നു പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ എൻ്റെ എത്ര സമയം ഇരിക്കണമെന്ന് എൻ്റെ ഇഷ്ടമല്ലേ. തീർച്ചയായും ആ നിലയ്ക്കാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രതിഷേധം. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു പ്രതിഷേധം തീരുമാനിച്ചിരുന്നില്ല. ഇന്ന് ഏറ്റവും മുതിർന്ന നേതാക്കൾക്കെതിരെ പോലീസിൻ്റെ നടപടി ഉണ്ടാകുന്നു. അതിൽ പ്രതിഷേധിച്ച് ഇത്തരമൊരു നടപടിയിലേക്ക് പോയി എന്നാണ് ചാണ്ടി ഉമ്മൻ MLA വ്യക്തമാക്കുന്നത്. DV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അതോ? 100%. പക്ഷേ എൻ്റെ റൈറ്റ് അല്ലേ ഇരിക്കാന്നുള്ളത്. ഞാനിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നതിനെതിരെ പ്രതിഷേധിക്കും. എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതിന്, എൻ്റെ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്നതിന് ആർക്കും ഇതൊരു പ്രതിഷേധമല്ലേ? പ്രതിഷേധം എൻ്റെ നേതാക്കന്മാരെ ആക്രമിച്ചു, ഞങ്ങൾ ഉൾപ്പെടെ ഇന്ന് ആക്രമണം നേരിട്ടയാ പോലീസിൻ്റെ ഒരു കാരണമില്ലാതെ. അതിനെതിരെയുള്ള പ്രതിഷേധം. എതിരെ ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് അല്ല, അവരെ രക്ഷാപ്രവർത്തനം വേണ്ടി നടത്തിക്കോട്ടെ, എനിക്ക് പ്രശ്നമാണ്. വാഹനത്തിലേക്ക് മുന്നിലേക്ക് ചാടി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് അവർ പറയുന്നത്. എനിക്ക് എൻ്റെ നാട്ടിൽ ഇരുന്നൂടെ? എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കസേരയിട്ടിരിക്കാനുള്ള അവകാശമുണ്ടല്ലോ, ഞാൻ ഇരിക്കുന്നു. ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ, ഞാൻ ഇരിക്കുന്നു. അത് പ്രതിഷേധമാണ്. വീടിന്റെ വഴിയിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ ഈ കസേരയിട്ട് കറുത്ത വേഷവും ധരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സത്യത്തിൽ ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ്? കാരണം ഒന്നും കാണുന്നില്ല. കാരണമല്ലേ ഉള്ളൂ. എത്ര ദിവസമായി ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ഞാനിപ്പം SB ഫോർട്ട് ഹോസ്പിറ്റലിലാണ് വരുന്നത്. അവിടെ ഞങ്ങളുടെ ചെറുപ്പക്കാര് കിരൺ ദേവ് സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാല പിടിച്ചു ചേർത്തു. അനീഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞിരിക്കുകയാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ എല്ലാ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആക്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തരത്തിൽ ഇവിടെ ചില രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഇന്ന് KPC പ്രസിഡന്റ്, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഷാഡോ ചീഫ് മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ടിയർ ഗ്യാസ് അടിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ഇങ്ങോട്ട് ആക്രമിക്കുന്ന സാഹചര്യം. ഞങ്ങളെല്ലാം ഇന്ന് ആശുപത്രി വരെ എനിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വീട്ടിൽ ഫ്രണ്ട് എനിക്ക് ഇരിക്കാനുള്ള അവകാശമില്ല. മുഖ്യമന്ത്രി ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഒത്തിരി പേര് കടന്നു പോകുന്നു. പക്ഷെ പോലീസ് പറയുന്നത് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ഈ കറുത്ത വേഷം ധരിക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞോട്ടെ. അപ്പം ഞാൻ പറഞ്ഞോളാം. അല്ല, ഇത് ശബരിമല സീസണൊക്കെയാണ്. ഇന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇവിടെ ഒരു കറുപ്പ് ധരിച്ചു വന്നപ്പം സമ്മതിച്ചില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ആ പഞ്ചായത്ത് കറുത്തിട്ടുകൊണ്ട് വന്ന് എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചകത്തിട്ടു. ഞാൻ സംസാരിച്ചിട്ട് പുറത്തു വിടാൻ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അത് കുഴപ്പമില്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറയുന്നതാണ്, ഞാൻ പറഞ്ഞ കറുപ്പ് ധരിച്ചാൽ എന്താ? ഇവിടെ കറുപ്പ് ധരിച്ചൊരു സഹപ്രവർത്തകൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ടോ? ഇവിടെ ഒരു മോറൽ പോലീസിങ് അനുവദിക്കാൻ പറ്റത്തില്ല. അല്ല, മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ഇവിടെ തന്നെ ഞാൻ ഇഷ്ടമുള്ള സമയത്താണ് അതിനുള്ള അവകാശം എനിക്ക്. എൻ്റെ രാജ്യം എനിക്ക് ആ അവകാശം തരുന്നുണ്ട്. ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല. എൻ്റെ കസേരയിൽ ഞാൻ ഇരിക്കും. ഞാൻ എൻ്റെ ഞാനിവിടെ ഇരിക്കും.
ഏതായാലും മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മറ്റേ ഈ ദൃശ്യം കിട്ടിയില്ല നിങ്ങൾക്ക് 5 മിനിറ്റ് കാണാം. എത്ര ഇല്ല കാറുകൊണ്ട് വണ്ടി വരും അപ്പോൾ അവൻ്റെ കാത് ഗ്യാസ് ചെയ്തിട്ടേ ഇല്ലല്ലോ വണ്ടി കാറ് ഗ്യാസ് ചെയ്തിട്ട് കറുത്ത വസ്ത്രമണിഞ്ഞാണ് താങ്കളുടെ ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ KPCC പങ്കെടുത്ത സമരത്തിന് ടിയർ ഗ്യാസ് അതടിച്ചു. എത്ര പേരെയാണ് അത് ബാധിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും അവസാനം എൻ്റെ ഒരു സഹപ്രവർത്തനം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് കറുപ്പിട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല. എന്ത് നിയമം? എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ വാകത്താനത്ത് അതേ കറുപ്പിട്ടെന്ന് പറഞ്ഞ് ജയിലിലായിരുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആദ്യ അവസാനം തൊട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലതവണ ആലോചിച്ചു പ്രതിഷേധം വേണോ വേണ്ട ഒരു MLA ചില പരിമിതികളുണ്ട് എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഈ തരത്തിൽ ഇന്നും കൂടെ ചെയ്തപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾക്കെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഫ്രണ്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രതികരണമുണ്ട്. കേരള സദസ്സിന് തൊട്ട് സമീപത്താണ്. മാത്രമല്ല ഒരു 10-20 മീറ്റർ അപ്പുറം മാറി DYFI പ്രവർത്തകർ ഇങ്ങനെ സംഘടിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളിലൊക്കെ കണ്ടപോലെ രക്ഷാപ്രവർത്തനം എനിക്ക് പ്രശ്നമല്ല. എന്നെ ആക്രമണിക്ക് ഞാൻ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഞാനത് സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ വാഹനം എത്തുമ്പോൾ കരികുടി കാണിക്കാനുള്ള ഞാൻ ഇവിടെ ഇരിക്കും. എൻ്റെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കും. ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. സ്വാതന്ത്ര്യം ഞാൻ ഇവിടെ ഇരിക്കും. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോഴോ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള സമയം വരെ ഇരിക്കാനുള്ള അവകാശം എനിക്ക് എൻ്റെ ഭരണഘടന എൻ്റെ രാജ്യം തന്നിട്ടുണ്ട്. ഇതാണ് ചാണ്ടിയുടെ പ്രതികരണം. ഇവിടെ ഒരു സംഘർഷാവസ്ഥ
കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമിയുടെ ഓൺലൈനിൽ നിന്ന് ഈ ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധത്തെ എങ്ങനെയാണ് കാണുന്നത്? ആളുകളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമ്മൾ പ്രകോപനത്തിന് വന്ന ആളുകളല്ല, നമ്മൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വന്ന ആളുകളാണ്. മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വോളണ്ടിയർമാർ, ടീഷർട്ട് വിളിച്ച് വോളണ്ടിയർമാർ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധം ഒരു 20 മീറ്റർ അപ്പുറം നടക്കുന്നുണ്ടോ? കണ്ടിരുന്നു. ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധം, ചാണ്ടി ഉമ്മന്റെ പിതാവ് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. 15 മാസക്കാലമാണ് ആ കാലം ആളുകൾക്ക് പെൻഷൻ കൊടുത്തിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു. അതോടെ അവിടുത്തെ ജനങ്ങൾക്ക് അത്താണിയാവുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു. ഇത് സെൽഫ് പ്രൊമോഷന് വേണ്ടി കളിക്കുന്ന പൊറാട്ട് നാടകമാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഉള്ളിലെത്തിയിരിക്കുന്ന അദ്ദേഹം കസേരയിട്ട് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മീഡിയാസിന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയുള്ള വെറും സെൽഫ് പ്രൊമോഷൻ. പ്രതിഷേധങ്ങളുണ്ടായ സമയത്ത് പോലീസുകാർക്ക് പുറമെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐക്കാർ ആരെയും തല്ലാനോ ആരെയും ആക്രമിക്കാൻ വന്ന ആളുകളല്ല. നമ്മളെ വോളണ്ടിയേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ആ വോളണ്ടിയേഴ്സ് മുദ്രാവാക്യം മുഖ്യമന്ത്രി സ്വീകരിച്ച് വേദിയിൽ അധികം വൈകാതെ എത്തുമെന്ന് തോന്നുന്നില്ലേ? ഇതുവഴി തന്നെയാണ് കടന്നു വരുന്നത്. അതാണ് ആദ്യം. നടപടി എന്ന് പറഞ്ഞാൽ ആദ്യം 3 മന്ത്രിമാർ ശേഷം മാത്രമേ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുള്ളൂ. വേദിയിലെത്തിയാൽ സ്വാഗതം മാത്രമേ ഉണ്ടാകൂ. മടങ്ങും. പൂർണ്ണമായും കറുത്ത വസ്ത്രം ധരിച്ചു തന്നെയാണ് കണ്ടത്. കുറച്ച് അവരോട് മടങ്ങിപ്പോകാൻ നിർദ്ദേശിക്കുകയും തൊട്ടരി ഉഷ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൗൺസിലറായ ഈ ബാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് നേരെ പ്രതിഷേധമുണ്ടായാൽ
ഹലോ